കഴിഞ്ഞ ഒരു 7-8 മാസമായിട്ട് ഫലസ്തീന് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അവസാനിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം മുഴുവൻ. ഇപ്പോൾ റഫേൽ അവർ നടത്തിയിട്ടുള്ള ആക്രമണം വലിയ തോതിലുള്ള ലോകശ്രദ്ധയിലേക്ക് വരികയും വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയും ഇസ്രായേൽ വലിയ സമ്മർദ്ദം അനുഭവിക്കുകയും ചെയ്യുന്നു. ഒരു വെടിനിർത്തൽ ഫോർമുല അമേരിക്കയ്ക്ക് തന്നെ തിടുക്കപ്പെട്ട് മുന്നോട്ട് വെക്കേണ്ടി വരുന്നു. ഇസ്രായേലിൻ്റെ ലീഡർഷിപ്പ് അത് ഏതാണ്ട് അംഗീകരിച്ച മട്ടാണ്. അവിടെ കുറേ സ്പ്ലിറ്റ് ഉള്ളപ്പോൾ തന്നെ ഏതാണ്ട് അംഗീകരിച്ച മട്ടാണ്. ഹമാസും അംഗീകരിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വെടിനിർത്തൽ വളരെ വേഗത്തിൽ സാധ്യമാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ ഇതിന് മുമ്പ് പലകുറി ഇത്തരം നിർദ്ദേശങ്ങൾ മധ്യസ്ഥ രാജ്യങ്ങൾ വഴിയും അല്ലാതെയൊക്കെ വന്നിരുന്നതാണ്. പക്ഷേ അത് പലതും ഒരു ലോങ് ടേം ട്രൂസ് എന്നത് സാധ്യമായിട്ടില്ല. ഇത്തവണ അമേരിക്കൻ ഇനീഷ്യേറ്റീവ് എന്തുമാത്രം ഗുണം ചെയ്യുമെന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നമ്മൾ. ദൗസവൻ എന്താണ് തോന്നുന്നത്? ഇതൊരു ബൈഡൻ ഇനീഷ്യേറ്റീവ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സാധ്യത കൂടുതലുണ്ടോ? അല്ല, ഇതിൽ നിഷാദ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബൈഡൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിലാണ് അദ്ദേഹം ഈ പ്രപ്പോസൽ വെക്കുന്നത്. ആദ്യമായിട്ടാണ് അമേരിക്കൻ പ്രസിഡൻറ്റ് അമേരിക്കയുടെ ഭാഗത്ത് നിന്നൊരു പ്രപ്പോസൽ വരുന്നത്. ഇതുവരെ ഉണ്ടായിട്ടുള്ള വെടിനിർത്തൽ പ്രപ്പോസൽ എന്ന് പറയുന്നത് ഒന്നുകിൽ ഖത്തർ മുന്നോട്ട് വെക്കുന്നു, അല്ലെങ്കിൽ ഈജിപ്റ്റ് മുന്നോട്ട് വെക്കുന്നു. അത് രണ്ട് കൂട്ടരായിട്ട് ചർച്ച ചെയ്യുന്നു, ദിവസങ്ങളോളം ചർച്ച ചെയ്യുന്നു, തല്ലിപ്പിരിയുന്നു. ഇതാണ് കഴിഞ്ഞ 8 മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ. അപ്പോൾ ഇതിൽ സർവ്വകാലത്തും ഇസ്രായേലിൻ്റെ കൂടെ പാറ പോലെ ഉറച്ചു നിന്ന രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്കയുടെ പ്രസിഡന്റ് ഒരു പ്രപ്പോസലായിട്ട് വരികയാണ്. ആ പ്രപ്പോസലിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ, മുമ്പ് ഹമാസ് മുന്നോട്ട് വെച്ച പ്രപ്പോസലുമായിട്ട് ഏതാണ്ട് 99% സാമ്യതയുള്ളൊരു പ്രപ്പോസലാണ്. ഒരു ഹമാസ് പ്രപ്പോസൽ എന്ന് പറയാവുന്ന ഒരു പ്രപ്പോസലാണ് ബൈഡൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് 6 ആഴ്ചത്തേക്ക് പ്രാഥമികമായ വെടിനിർത്തൽ. ആ ഒരു 6 മാസക്കാലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ നോൺ കോംബാറ്റൻ്റ് ഹോസ്റ്റേജസിനെ ഹമാസ് വിട്ടുകൊടുക്കുന്നു. പകരം 100 കണക്കിന് തടവുകാരെ, പലസ്തീനി തടവുകാരെ ഇസ്രായേൽ വിട്ടുകൊടുക്കുന്നു. പോപ്പുലേറ്റഡ് ഏരിയയിൽ നിന്ന് ഇസ്രായേലി പട്ടാളക്കാർ പിൻവാങ്ങുന്നു. ദിവസം 500 വെച്ചിട്ട് 7 ട്രക്കുകൾ ഗസയിലേക്ക് കടക്കുന്നു. ഈ 6 ആഴ്ച കാലത്തിനിടയിൽ സെക്കൻഡ് ഫേസിനെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നു. സെക്കൻഡ് ഫേസിൽ ഹമാസിൻ്റെ കയ്യിലുള്ള സൈനികരായിട്ടുള്ള തടവുകാരെ വിട്ടയക്കുന്നു. പലസ്തീനി തടവുകാർ ഇസ്രായേൽ വിട്ടയക്കുന്നു. ഗസയിൽ നിന്നും IDF പിൻവാങ്ങുന്നു. 3ാമത്തെ ഘട്ടത്തിൽ റീകൺസ്ട്രക്ഷൻ. ഇത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രപ്പോസൽ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം വലിയ, ഞാൻ പറയുന്ന ഹമാസ് എന്താണ് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഒരർത്ഥത്തിൽ ബൈഡൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രപ്പോസൽ ഇസ്രായേൽ അംഗീകരിച്ച് ഒരു സീസ് ഫയറിലേക്ക് പോയാലും ഇല്ലെങ്കിലും മനഃശാസ്ത്രപരമായ വിജയം ഹമാസ് നേടി എന്നുള്ളതാണ് ഈ പ്രപ്പോസൽ ഏറ്റവും വലിയ പ്രത്യേകത. ഈ പ്രസംഗത്തിൽ ബൈഡൻ വേറെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവർ ഗസയിൽ അവർ കടന്നു കയറി, പക്ഷേ ഹമാസിനെ തകർക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ ഈ 8 മാസമായിട്ടും അത് നേടിയിട്ടില്ല. എന്നാൽ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് ഇത് അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ ഈ ചില നിമിഷങ്ങൾ നമ്മൾ പാഴാക്കരുത്. അത് പാഴാക്കിയാൽ അത് എന്നേക്കുമായിട്ടുള്ള പാഴാക്കലായിരിക്കും എന്നൊക്കെ അദ്ദേഹം പ്രസംഗത്തിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ, ബൈഡൻ നെതന്യാഹുവിനോട് പറയണം, നടക്കൂല മോനെ എന്നാണ് പറയുന്നത്. അപ്പം നടക്കൂല മോനെ എന്ന് വളരെ ഡിപ്ലോമാറ്റിക്കായ ലാംഗ്വേജിൽ ബൈഡൻ പറയുന്നൊരു പ്രപ്പോസലായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. അപ്പോൾ അത് നടപ്പിലാകുമോ എന്ന് ചോദിച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ സഖ്യകക്ഷികളായിട്ടുള്ള 2 പേർ, ഈ ഇതാമിർ ബെൻ-ഗവിർ, ബെസലേൽ സ്മോട്രിച്ച്, 2 തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരാണ്. അവർക്ക് 2 പേർക്കും വേണ്ടി 13 സീറ്റാണ് നക്സറ്റിലുള്ളത്. അവർ ഈ പ്രപ്പോസൽ അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മന്ത്രിസഭയിൽ നിന്ന് അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചാൽ സ്വാഭാവികമായിട്ടും അതിനെ വീഴും. പക്ഷേ യാർ ലാപിഡ് എന്ന് പറയുന്ന ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന ഒരു കക്ഷിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് 23 സീറ്റുണ്ട്. അദ്ദേഹം പറഞ്ഞു, സ്മോട്രിഷും ബെൻ-ഗവിറും പിൻവലിക്കുകയാണെങ്കിൽ ഞാൻ പിന്തുണ തന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അധികാരമാണ് പ്രധാനമെങ്കിൽ ഒരുപക്ഷെ അത് നടന്നേക്കാം. പക്ഷെ അതേസമയം ഈ ഡിഫൻസ് മിനിസ്റ്റർ യോ ഗാലൻ്റ് ഇതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഹമാസിനെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കിയിട്ട് യുദ്ധത്തിൽ പിൻവാങ്ങുള്ളൂ. പക്ഷേ ഇതിൽ നമ്മൾ കാണേണ്ട കാര്യം, യുദ്ധത്തിൻ്റെ 3ാമത്തെ ദിവസം ഒരാഴ്ച കൊണ്ട് ഈ പരിപാടി നമുക്ക് പാക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാണ് യോ ഗാലൻ്റ്. നമ്മൾ മനസ്സിലാക്കണം, 3ാമത്തെ ദിവസമാണ് ഏതാണ്ട് എല്ലാ ലക്ഷ്യങ്ങളും ഒരാഴ്ച കൊണ്ട് നേടും, നമുക്ക് പാക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ ആളാണ്. അതാണ് ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ പാഠം അതാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക ശക്തി, ലോകത്തെ ഏറ്റവും വലിയ സർവിലൻസ് ഇൻഡസ്ട്രി, സർവിലൻസ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉള്ള രാജ്യം ഇക്കഴിഞ്ഞ 8 മാസം കൊണ്ട് എന്താണ് നേടിയതെന്ന് ചോദിച്ചാൽ, കുറേയധികം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നു.
എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇത് ആർക്കാണ് സാധിക്കാത്തത്? കയ്യിൽ ആയുധങ്ങളുണ്ടെങ്കിൽ നിരപരാധികളായ കുഞ്ഞുങ്ങളെ കൊല്ലാൻ, നിരപരാധികളായ സ്ത്രീകളെ കൊല്ലാൻ, ഗർഭിണികളെ കൊല്ലാൻ, നവജാത ശിശുക്കളെ കൊല്ലാൻ, ഡോക്ടർമാരെ കൊല്ലാൻ, പത്രപ്രവർത്തകരെ കൊല്ലാൻ ആർക്കാണ് സാധിക്കാത്തത്? അതിന് ഇത്രയും മാരകമായ ആയുധങ്ങളുടെ പോലും ആവശ്യമില്ല. അപ്പോൾ ഇസ്രായേൽ എന്നത് ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ട, ഏറ്റവും നാണം കെട്ട, ഇൻകേപ്പബിളായ ഒരു രാജ്യമാണ്. ദാണ്ടേ കിടക്കുന്ന ഒരു പിച്ചാത്തിയുമായി നടക്കുന്ന ഒരു സംഘടനയോട് അവരെ തോൽപ്പിക്കാൻ സാധിക്കാത്ത, സർവ്വശക്തിയും ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഇൻകേപ്പബിളായ രാജ്യമാണ് എന്ന ഒരു ചിത്രം വന്നിരിക്കുകയാണ്. ഇത് മാത്രമല്ല, നമ്മൾ കണ്ട് ലോകത്ത് എവിടെ നമ്മൾ നോക്കിയാലും യുദ്ധസമയത്ത് എല്ലാ രാജ്യങ്ങളിലും പലവിധ രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ യുദ്ധസമയത്ത് ഒരു ജനതയും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും തമ്മിൽ കലഹിക്കുന്നൊരു കാഴ്ച അത് നമ്മൾ കാണുന്ന ഇസ്രായേലിൽ മാത്രമാണ്. അതാണ് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ ജെറൂസലമിലെ യൂണിവേഴ്സിറ്റിയിൽ ഒരേ സമയം പ്രകടനം നടക്കുകയാണ്. യുദ്ധം നിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കുറേയധികം കുട്ടികൾ പ്രകടനം വിളിക്കുന്നു, യുദ്ധം തുടരണമെന്ന് ആവശ്യപ്പെട്ട് വിളിക്കുന്നു. യുദ്ധകാലത്ത് പോലും ആ സമൂഹത്തെ യോജിപ്പിച്ച് നിർത്താൻ അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് സാധിക്കുന്നില്ല. മാത്രമല്ല, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തന്നെ പരസ്പരം പഴിചാരി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡിവൈഡ് ദിവസം മുന്നോട്ട് പോകുന്തോറും ഈ ഡിവൈഡ് വർദ്ധിക്കും എന്നവർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവരൊരു സന്ദർഭത്തിലും പോലും സീസ് ഫയറിന് ധൃതി കാണിച്ചില്ലെന്ന് കാണും. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും നമ്മളവിടെ നിന്നുള്ള ചിത്രങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു സീസ് ഫയർ ഒപ്പിച്ചെടുക്കാനാണല്ലോ ഹമാസ് ശ്രമിക്കുക എന്നാണ് സാധാരണ യുക്തി വെച്ച് ഒരാൾ വിചാരിക്കുക. പക്ഷേ ഹമാസ് ഒരു സന്ദർഭത്തിൽ പോലും ഒരു സീസ് ഫയറിന് വേണ്ടി യാചിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, സീസ് ഫയറിൽ എപ്പോഴും ടഫർ കണ്ടീഷൻസ് അവർ വെച്ചുകൊണ്ട് നിന്നിട്ടുണ്ട്. അതൊരു ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ഹമാസ് എന്ന് ഈ ഇസ്രായേലി നേതൃത്വം എല്ലാ ദിവസവും പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ അടുത്തുപോലും എത്തിയിട്ടില്ല. ഹമാസിൻ്റെ 80% കേപ്പബിലിറ്റി ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നു എന്ന് ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങളാണ് എഴുതുന്നത്. അപ്പോൾ ഇസ്രായേൽ എന്തു നേടിയെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞത് കുറേ കുഞ്ഞുങ്ങളെ കൊന്നു എന്നുള്ള മാത്രമാണ്. എനിക്ക് തോന്നുന്ന ആ ഒരു തിരിച്ചറിവ് അമേരിക്കൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ അമേരിക്കക്ക് എന്താണ് ഇതിലുള്ള ലാഭം? അവർ ലോകത്തിന് മുമ്പിൽ അവർ ചീത്തപ്പേരുണ്ടാക്കി. അവർക്ക് 5 പൈസയുടെ ലാഭമില്ലെന്ന് മാത്രമല്ല, ബില്യൺ കണക്കിന് ഡോളർ അവർ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന് വേണ്ടി. ബില്യൺ കണക്കിന് ഡോളർ ചെലവഴിച്ചിട്ട് ലോകത്തിന് മുമ്പിൽ നാണം കെട്ട് നിൽക്കുക, ഒരു ക്രൂരതയ്ക്ക്, വംശഹത്യക്ക് കൂട്ടുനിൽക്കുന്ന ഈ രക്തത്തിൽ പങ്കാളിയായിട്ടുള്ള ഒരു സംഘം. ജനോസൈഡ് ബൈഡൻ എന്ന് പേര് വന്നില്ലേ, അദ്ദേഹം ജനോസൈഡ് ജോ എവിടെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ആളുകൾ വിളിച്ച് കൂവുകയാണ്, ജനോസൈഡ് ജോ എന്ന് വിളിച്ചു പോവാണ്. ഈ നിലയ്ക്ക് നമ്മൾ എന്തിന് ലോകത്തിന് മുമ്പിൽ നാണം കെട്ടു നിൽക്കണം എന്ന ചിന്ത അമേരിക്കയിലും വന്നിട്ട് ലോകത്താകമാനം അത് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ ഈ കാസക്കാരുടെയും എസൻസുകാരുടെയും മാത്രം പിന്തുണയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ എല്ലാ രാജ്യങ്ങളിലും ഏതാണ്ട് എല്ലാ കൾച്ചറൽ ഇവൻറ്റുകൾ എടുത്ത് നോക്കും, യൂണിവേഴ്സിറ്റി ഇവൻറ്റുകൾ എടുത്ത് നോക്കും, മനുഷ്യർ ഒത്തുകൂടുന്ന ഇടങ്ങളിലെല്ലാം, ഫാഷൻ ഷോകളിൽ പോലും എന്താണ് സംഭവിക്കുന്നത്? ഫാഷൻ ഷോകളിൽ അവിടെ കണ്ടസ്റ്റൻസ് കഫിയെ ധരിച്ച് വരികയാണ്. ഈ നിലക്ക് ലോകത്ത് മനുഷ്യ മനസാക്ഷിയെ ഇത്രമേൽ സ്വാധീനിച്ച, ഇത്രമേൽ ഒന്നുപോലെ അവർ ഇടപെട്ട ഒരു വിഷയം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു കാര്യത്തെ വെറും ബോംബ് കൊണ്ട്, അമേരിക്ക ഇറക്കിക്കൊണ്ടിരിക്കുന്ന ബോംബ് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് നാളെ വെടിനിർത്തലുണ്ടാകുമെന്നുള്ളതല്ല, നന്ന ചുരുങ്ങിയത് ഈ യുദ്ധത്തിൽ ഒരു മാനസികമായ ഒരു മേൽക്കൈ ഹമാസിന് നേടിക്കൊടുക്കുന്നതിൽ ഈ ബൈഡൻ പ്രപ്പോസൽ ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിന് തോന്നുന്നു? അല്ല, ഇതിൽ ഇപ്പോൾ ദാവൂദ് അത് വിശദമായി അത് പറഞ്ഞു കഴിഞ്ഞു. എനിക്കതിനകത്ത് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നുന്നൊരു കാര്യം ഞാൻ പറയാം. തീവ്ര ജൂത വിഭാഗം എന്ന് പറയുന്നൊരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അവിടെ തന്നെ. ഈ 2 നേതാക്കളുടെ പേര് പറഞ്ഞു. അവർ നേതൃത്വം കൊടുക്കുന്ന അവരാണ് ഈ സീസ് ഫയർ ഡീലിനെതിരെ ഭയങ്കര പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ തീവ്ര ജൂതർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഞാൻ സത്യം പറഞ്ഞ് ആലോചിക്കുന്നത്. ഇത്രയധികം കൊടും കൊലപാതകങ്ങളും ഇത്രയധികം കുട്ടികളെയും സ്ത്രീകളെയും ഉൾപ്പെടെ കൊന്നൊടുക്കിയ നെതന്യാഹുവിനും അപ്പുറമുള്ളൊരു തീവ്ര വിഭാഗം കൂടി ഉണ്ടെന്ന് പറയുമ്പോഴേ യഥാർത്ഥത്തിൽ അത് എന്താണ് അതിൻ്റെ തീവ്രത, അതിൻ്റെ ഒരു തീവ്രത, അതിൻ്റെ ഒരു ഡയമെൻഷനാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി എന്തുകൂടി ചെയ്യണം എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഈ ഒരു നീണ്ട ഈ കാലയളവ്, ഇപ്പോൾ 8 മാസം എന്ന് പറയുന്നത്, 8 മാസത്തോളം ഒരേ നിലയിൽ ജീവഹത്യ ചെയ്തതിന് ശേഷവും പോരാ, അവരെ പൂർണ്ണമായും ഇല്ലാതാക്കണം, കംപ്ലീറ്റ് ഡിമോളിഷൻ ഓഫ് ഹമാസ് എന്ന് പറയുന്ന വളരെ ആംബിഗ്വസ് ആയിട്ടുള്ള
ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ അതെങ്ങനെ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു പ്ലാനോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളത് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമായതാണ്. എങ്ങനെയാണ് ഹമാസിൻ്റെ ആയുധശേഷിയെ ഇല്ലാതാക്കാൻ പോകുന്നത് അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരുടെ നെറ്റ്വർക്കിനെ ഇല്ലാതാക്കാൻ പോകുന്നത്, അതിന് ഒരു പ്ലാൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഇസ്രായേൽ മിലിറ്ററിക്കും, പ്രത്യേകിച്ച് ഒരു വളരെ പരമ്പരാഗതമായ ഒരു മിലിറ്ററി ആണല്ലോ, ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള ഒരു മിലിറ്ററിയും കൂടിയാണ്, അവർക്കില്ല, ഭരണ നേതൃത്വത്തിനില്ല, ഒന്നുമില്ലാതെയാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അപ്പോൾ അതിലാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ മുഴുവനും നിരർത്ഥകത നിലനിൽക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഒന്നും നടക്കില്ല മോനെ എന്ന് ബൈഡൻ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ അടിസ്ഥാനപരമായ പരാജയം ആദ്യം തൊട്ടുള്ളത് ഇപ്പോഴും തുടരുന്നു. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒരു 8 മാസം കൂടി സമാനമായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ, എന്താണ് സംഭവിക്കാൻ പോകുക? അപ്പോഴും ഇതേ കാര്യങ്ങൾ നമ്മൾ എത്ര തവണ ഈ വെടിനിർത്തൽ ചർച്ചകളിൽ ഇവർ ആവർത്തിച്ച് പറയുന്നത് കേട്ട ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ ഈ നടപടി അവസാനിപ്പിക്കില്ല എന്ന അതേ വാചകങ്ങൾ 8 മാസമോ 8 വർഷമോ കഴിഞ്ഞാലും നമുക്ക് കേൾക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം അവർക്കത് സാധിക്കാൻ പോകാത്തൊരു കാര്യമാണ്, ഒരിക്കലും അത് സാധിക്കില്ല എന്നുള്ള 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത് എത്തി നിൽക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഹമാസിന് പൂർണ്ണമായും ഒരുപക്ഷെ യോജിക്കാൻ കഴിയുന്ന ആ ഡീലിനോട് എത്ര കണ്ട് ഇസ്രായേൽ തന്നെ നെതന്യാഹുവിൻ്റെ ഒരു ഉപദേഷ്ടാവ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളത് അംഗീകരിച്ചു എന്നുള്ള മട്ടിലാണ് പറഞ്ഞത്. പക്ഷേ അത് അതേസമയം തന്നെ ബൈഡൻ്റെ പ്രസംഗത്തിന് തൊട്ട് പിന്നാലെ തന്നെ അല്ലല്ല ഞങ്ങൾ ഒരുങ്ങിയിട്ടില്ല എന്ന മട്ടിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നെതന്യാഹു നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഇസ്രായേലിലെ ഈ ഭരണകൂടം മുതൽ അവിടുത്തെ സകല രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ആ രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ആ ഒരു സംഗതി നോക്കിക്കഴിഞ്ഞാൽ ഓരോ തലങ്ങളിലും ഓരോ തരത്തിലുള്ള കുബുദ്ധികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം ഫലസ്തീൻ എന്ന് പറയുന്ന അവർക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ആ ഒരു കൺസെപ്റ്റിനോടുള്ള അവരുടെ ഈ ഒരു വിദ്വേഷം തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിനിപ്പോൾ ഈ പറഞ്ഞ നിലയിലുള്ള ഡീലിലൂടെ ഒരുപക്ഷെ ഇനി ഒരു മാറ്റം വന്നുകൂടായില്ല. പക്ഷേ ഉണ്ടായ നഷ്ടത്തെക്കുറിച്ച് ഇപ്പോൾ റഫേൽ നടന്ന കൂട്ടക്കൊലകളുടെ അടിസ്ഥാനത്തിലാണല്ലോ ലോകമെങ്കിൽ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നേരിട്ടറിയാവുന്ന പല ഈ സാംസ്കാരിക രംഗത്തോ അല്ലെങ്കിൽ ചലച്ചിത്ര രംഗത്തോ ഒക്കെയുള്ള ഇപ്പോൾ കനി കുസൃതിയുടെ ബാഗിൻ്റെ ഇമേജ് വന്ന സമയത്ത് തന്നെ ആളുകൾ അതിനെ ഏറ്റെടുത്ത ഒരു രീതിയുണ്ട്. ആളുകൾക്കൊന്നും ഇപ്പോൾ ഇസ്രായേൽ ഗസ സംഘർഷത്തിൻ്റെ ചരിത്രം മുഴുവൻ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പൊളിറ്റിക്സ് മനസ്സിലായിട്ടോ അല്ലല്ലോ. അവിടെ കുഞ്ഞുങ്ങൾ കൊന്നൊടുക്കപ്പെടുന്നു, സ്ത്രീകൾ കൊന്നൊടുക്കപ്പെടുന്നു, മനുഷ്യരെ ഇങ്ങനെ അന്തമില്ലാതെ അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിച്ച് അവിടെ പോലും ചുട്ടുകരിക്കുന്ന അവസ്ഥയാണ് എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ വരുന്ന ഒരു സംഗതിയാണല്ലോ ഇത്. അപ്പോൾ ഓൾ ഐസ് ഓൺ റഫ എന്ന് പറയുന്ന ആ ഒരു വലിയൊരു ഇമേജിലേക്കൊക്കെ ആളുകൾ ആകൃഷ്ടരാകുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മനുഷ്യത്വം ആണ് അതിൻ്റെ ബേസിക്കായിട്ട്. ആ മനുഷ്യത്വത്തിനോട് എന്താ പറയുക, ഇവർ സമാധാനം പറയേണ്ടി വന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഒരു ഡീലിലേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ കാര്യത്തിൽ പോലും ഉണ്ടായത് എന്ന് പറയാം. ആ മനുഷ്യത്വം, ആ ഹ്യൂമൻ കൺസേണിനോട് ഇവർക്ക് മാപ്പ് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. മാനവികതയുടെ സമ്മർദ്ദം അത് പ്രധാനപ്പെട്ടതാണ്. വെടിനിർത്തലുണ്ടാവും നോക്കാം.